റോഡ് എല്ലാവർക്കും നമസ്കാരം. ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ദുരിതത്തിലേക്ക് ആക്കാം എന്നുള്ളതിൽ ഡോക്ടറേറ്റ് നേടിയ കുറേ നിർമ്മാണ എഞ്ചിനീയർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് നമ്മുടെ ദേശീയപാതയിൽ കാണാം. ഇപ്പോൾ അടിപ്പാത നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് കോമഡി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ചടങ്ങരയിൽ പാർശ്വഭിത്തി ഉറപ്പിക്കുന്നതിനിടയിൽ ഒരു ലോറി വന്ന് തട്ടി അപകടം ഉണ്ടായത്. അന്നേ മാധ്യമങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ഇവർ യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ഈ പാർശ്വഭിത്തിയുടെ ഈ സ്ലാബ് പിടിപ്പിക്കുന്നത്. ഇവരെന്ത് പോങ്ങന്മാരാണ് ഇവർ. ഇവരെ പോലുള്ള ആളുകളാണ് ജനങ്ങളെ കാലപുരിക്ക് അയക്കുന്നത്. ഇവരുടെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ കാലപുരിക്ക് അയക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവർ പണ്ട് നിർമ്മിച്ച പല പരിപാടികളുടെയും സ്ഥിതി എന്താണെന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഉണ്ടായ സംഭവം എന്താ? ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഇപ്പോൾ സൈഡ് വാൾ പാർശ്വഭിത്തി ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ സൈഡിലാണ്, നമ്മുടെ ഓർത്തഡോക്സ് സെമിനാരിയുടെ ഒക്കെ ആ ഭാഗത്തായിട്ട്. അവിടെ ഘടിപ്പിച്ചിരിക്കുന്ന പാർശ്വഭിത്തിയുടെ സ്ലാബ് ഇളകി റോട്ടിലേക്ക് വീണു. ഈ വീണ സ്ലാബ് നിസ്സാരം 1 കിലോ 2 കിലോ ഉള്ള സംഭവം അല്ലത്. ഇത് ഏതെങ്കിലും കാറിന്റെ മുകളിലേക്ക് വീണിരുന്നെങ്കിൽ ചമ്മന്തി ചെയ്യാൻ എന്തോ ഭാഗ്യത്തിന് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതും പൊക്കി പിടിച്ചു കൊണ്ടുപോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് എവിടേക്കാണ് പോകുന്നത്? ഇതൊക്കെ നിയന്ത്രിക്കാൻ ഇവിടെ ആരില്ലേ? ഈ MP എന്ന് പറയുന്ന ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ ഇല്ലേ? അയാൾക്ക് എന്താ പരിപാടി? ഇതൊക്കെ വന്ന് കാണും സുഹൃത്തെ. താങ്കളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങൾ, പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മണ്ടത്തരങ്ങളാണ് നടക്കുന്നത്. മിസ്റ്റർ ബെന്നി ബെഹന്നാൻ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സൗണ്ട് മാത്രമാണ് ഇപ്പൊ നല്ലത്, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ തൊണ്ട മാത്രമാണ് നല്ലത്, വേറെ ഒന്നുമില്ല. ഈ വക പരിപാടികൾ ഒരു പ്രാവശ്യം ഇതുപോലെ അപകടം ഉണ്ടായി അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. അതേ സ്ഥിതി തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഏത് PSTയുടെ ഏത് ആൾക്കാരാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് എന്ത് ഉത്തരവാദിത്തമുണ്ട്? ഇതിലൂടെ പോകുന്ന 100,000 വാഹനങ്ങളുടെ മേലേക്കാണ് ഈ ഭിത്തി, ഈ സ്ലാബ് വീഴുന്നത്. ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ഇതിന്റെ അപ്പുറത്തെ വശത്ത് നിന്ന് ഒരു JCB ഇങ്ങനെ പിടിക്കുന്നു, സ്ലാബ് ഉറപ്പിക്കുന്നു. ഇത് തെന്നാം വീഴാം. ഇതെന്ത്? ഇവിടെ ഒരു ജനപ്രതിനിധികളില്ലേ? ഈ പറയുന്ന ഈ NH ദേശീയപാത, ഈ ദേശീയപാത എന്ന് പറയുന്നത് ദേശീയ അപരാധമായി മാറിയിരിക്കുന്നു. ഇതൊരു ചത്ത നഗരമാക്കി മാറ്റുകയാണ്. ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ കാലപുരിക്ക് അയക്കാൻ വേണ്ടി ഡോക്ടറേറ്റ് ഇട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കുറെ ഊപ്പന്മാർ, കുറെ പോങ്ങന്മാർ, അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും സ്ലാബ് വീണു, ഇനിയും സ്ലാബ് വീഴാൻ സാധ്യതയുണ്ട്. ഇനിയും സ്ലാബുകൾ വീഴും. വാഹനങ്ങൾ കഷ്ടിച്ചെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയാണ്. കളക്ടർ സാർ, അങ്ങെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടും. സ്ലാബ് വീണുകൊണ്ടിരിക്കുന്നു.